നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സീരീസിലെ എല്ലാ വാല്യൂസും ഈക്വൽ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 0 ആണ്. ഓക്കെ, എന്തായാലും കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഒരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു. 35 എന്ന് പറഞ്ഞൊരു സെറ്റ് ഓഫ് വാല്യൂസ്. ഓക്കെ, ഇതിൻ്റെ മീൻ എന്ന് പറയുന്നത് 35 തന്നെയാണ്. ഓക്കെ, ഇവരുടെ ഡീവിയേഷൻസോ 35 മൈനസ് 35 0 0 0 0, അതായത് ഡീവിയേഷൻസ് എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയറും 0 ആണ്. 0യുടെ സ്ക്വയർ 0 തന്നെയാണ്. അതിൻ്റെ സമ്മേഷനും 0 ആണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? റൂട്ട് ഓഫ് സമ്മേഷൻ വാല്യൂ ഡിവൈഡഡ് ബൈ n എന്നായിരുന്നു. ഓക്കെ, അപ്പോൾ റൂട്ട് ഓഫ് 0 ആണ്, ആൻസർ 0. സോ സീരീസിലെ വാല്യൂസിലെല്ലാം ഈക്വൽ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 0 ആണ്. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് അൺഅഫക്റ്റഡ് ബൈ ചേഞ്ചസ് ഓഫ് ഒറിജിൻ. ചേഞ്ച് ഇൻ ഒറിജിൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വാല്യൂസിനകത്ത് ഒരു വാല്യൂ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്താൽ, ഓക്കെ, ഒറിജിനലി സീരീസിലുള്ള വാല്യൂസിനകത്ത് വേറൊരു വാല്യൂ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്താലും സ്റ്റാൻഡേർഡ് ഡീവിയേഷന് ചേഞ്ച് ഒന്നും വരത്തില്ല, നോ ചേഞ്ച്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ, ഒരു വാല്യൂ കൊണ്ട് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് വാല്യൂസിനെ മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലും ആ ചേഞ്ച് വരും. ഓക്കെ, ആ മൾട്ടിപ്ലയർ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിരിക്കും ചേഞ്ച് വരുന്നത്. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് അൺഅഫക്റ്റഡ് ബൈ ദ ചേഞ്ച് ഓഫ് ഒറിജിൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് അഫക്റ്റഡ് ബൈ ദ ചേഞ്ച് ഓഫ് സ്കെയിൽ. അടുത്തത്, ഇഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഇസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫ് ഇരിക്കുന്നത്. അതായത് പീക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഇതിന് ഈ ഒരു സ്ഥലത്താണ് ഡിസ്ട്രിബ്യൂഷൻസ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. ഈ അപ്പുറത്തെ രണ്ട് സൈഡിലും, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരേപോലെയാണ് ഡിസ്ട്രിബ്യൂഷൻസ്. നടുക്കുന്ന് അപ്പുറയിലോട്ടും ഇപ്പുറയിലോട്ടും ഒരേപോലെയാണ് ഡിസ്ട്രിബ്യൂഷൻസ്, വാല്യൂസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോയിരിക്കുന്നത്. അതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഇതിനെ പറ്റിയിട്ട് നമ്മൾ നെക്സ്റ്റ് സെമ്മിലാണ് പഠിക്കുന്നത്. ജസ്റ്റ് ഈ വാല്യൂസ് മാത്രം ഓർത്തിരിക്കാം. ഓക്കെ, ഇവിടെ ഇത് മീനാണ്. എക്സ് ബാർ എന്ന് പറഞ്ഞ മീൻ മൈനസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെയും മീൻ പ്ലസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെയും ഇടയ്ക്ക് 68.27% ഒബ്സർവേഷൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മീൻ മൈനസ് 2 ടൈംസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെയും മീൻ പ്ലസ് 2 ടൈംസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇടയ്ക്ക് 95.45% ഉണ്ട്. മീൻ മൈനസ് 3 ടൈംസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെയും മീൻ പ്ലസ് 3 ടൈംസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇടയ്ക്ക് 99.73% ഉണ്ട്. ഇത് നമ്മൾ നെക്സ്റ്റ് സെമ്മിലാണ് പഠിക്കുന്നത്. ഈ വാല്യൂസ് മാത്രം ഓർത്തിരിക്കാം. ദെൻ നെക്സ്റ്റ്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ QD ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു 2/3 സിഗ്മ. അതായത് ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ആണെങ്കിൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു 2/3 ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത് 4/5 ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമാണ്. അതായത് ഇതാണ് അവരെ കണക്ട് ചെയ്യുന്ന ഫോർമുല. ഓക്കെ, മീൻ ഡീവിയേഷനെയും ക്വാർട്ടൈൽ ഡീവിയേഷനെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷനെയും കണക്ട് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്. ഇഫ് n1 x1 bar sigma 1 bar are respectively the number of items mean and standard deviation of one group. ഒരു ഗ്രൂപ്പിൻ്റെ നമ്പർ എന്ന് പറയുന്നത് n1, x1 ബാർ എന്ന് പറയുന്ന മീനും സിഗ്മ 1 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമാണ്. വേറൊരു ഗ്രൂപ്പിൻ്റെ നമ്പറാണ് n2, x2 ബാർ അതിൻ്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് സിഗ്മ 2 ആണെങ്കിൽ, ഓക്കെ, കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കമ്പൈൻഡ് മീൻ പഠിച്ചായിരുന്നു. അതുപോലെ തന്നെയാണ് കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഫോർമുലയാണ് റൂട്ട് ഓഫ് n1 സിഗ്മ 1 സ്ക്വയർ പ്ലസ് n2 സിഗ്മ 2 സ്ക്വയർ പ്ലസ് n1 d1 സ്ക്വയർ പ്ലസ് n2 d2 സ്ക്വയർ ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2, വെയർ d1 ആൻഡ് d2 ആർ ഡീവിയേഷൻസ് ഓഫ് ദ കമ്പോണൻറ്റ് മീൻസ് ഫ്രം ദെയർ കമ്പൈൻഡ് മീൻ. d1 d2 എന്ന് പറയുന്നത് എന്താണ്? ഡീവിയേഷൻസ് ഓഫ് ദ കമ്പോണൻറ്റ് മീൻസ് ഫ്രം ദെയർ കമ്പൈൻഡ് മീൻ. അവരുടെ കമ്പൈൻഡ് മീൻ എന്ന് പറയുന്നത് എക്സ് ബാർ ആണെന്ന് വിചാരിക്കാം. എക്സ് ബാറിൻ്റെ ഫോർമുല എന്തായിരുന്നു? n1 x1 ബാർ പ്ലസ് n2 x2 ബാർ ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 ആണ് കമ്പൈൻഡ് മീനിൻ്റെ ഫോർമുല. അപ്പം x1 ബാറും x2 ബാറും n1 n2 അറിയാമെങ്കിൽ കമ്പൈൻഡ് മീൻ കണ്ടുപിടിക്കാം. ഓക്കെ, ഈ ഓരോ കമ്പോണൻറ്റ് മീൻസും അവരുടെ കമ്പൈൻഡ് മീനിൽ നിന്ന് ഡീവിയേഷൻസ് ഓഫ് ദ കമ്പോണൻറ്റ് മീൻസ് ഫ്രം ദെയർ കമ്പൈൻഡ് മീൻ. അപ്പം എക്സ് ബാറിൽ നിന്നുള്ള ഡീവിയേഷൻസ് x1 ബാർ d2 is equal to x bar minus x2 bar. Okay. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്.
കമ്പൈൻഡ് മീൻസ്. സോ അപ്പോൾ കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് n1 sigma 1 square plus n2 sigma 2 square plus n1 d1 square plus n2 d2 square divided by n1 plus n2. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് മീൻസ് ഈക്വൽ ആണെങ്കിൽ x1 ബാറും x2 ബാറും ഈക്വൽ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ വേറെ ഫോർമുലയാണ് റൂട്ട് ഓഫ് n1 sigma 1 square plus n2 sigma 2 square divided by n1 plus n2. അതായത് ഈ രണ്ട് ടേംസേ കാണത്തുള്ളൂ. ഓക്കെ, ഇത് രണ്ടും ഇല്ല. സെയിം ആണെങ്കിൽ മീൻസ് ഈക്വൽ ആണെങ്കിൽ സെക്കൻഡ് ഫോർമുലയും മീൻസ് എല്ലാം ഡിഫറെൻ്റ് ആണെങ്കിൽ ഈ ഫോർമുല. ഓക്കെ, ഫസ്റ്റ് ഫോർമുല. Then standard deviation is computed from mean since sum of the squares of deviations taken from mean is always least. ഇതും നമ്മൾ മീനിൻ്റെ അർത്തമെറ്റിക് മീനിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചായിരുന്നു. മീനിൽ നിന്ന് ഉള്ള ഡീവിയേഷൻസ് ആയിരിക്കും ഏറ്റവും ലീസ്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് മീനിൽ നിന്നാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ റിലേഷൻ പഠിച്ചു വെക്കുക. സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ്റെ ഏകദേശം ഈക്വൽ ആയിട്ടുള്ള സിമെട്രിക് എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 6 times സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ക്വാർട്ടർ ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു 2/3 times സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മീൻ ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു 4/5 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ QD, MD ആൻഡ് SD റേഷ്യോ എന്ന് പറഞ്ഞാൽ 10:12:15 ആണ്. ഇത് ഓർത്ത് വെക്കുക. ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത്. For normal distribution, mean is 60 and standard deviation is 8. Find median, quartile deviation and mean deviation. Okay, normal distribution നമ്മൾ പഠിച്ചായിരുന്നു. Quartile deviation എന്ന് പറഞ്ഞാൽ 2/3 sigma and mean deviation is 4/5 sigma. അപ്പോൾ quartile deviation is equal to 2/3 standard deviation. That is 2/3 into standard deviation എത്രയാണ്? 8 ആണ്. Okay, so 2/3 into 8, answer is 5.33 and mean deviation is 4/5 of standard deviation. അപ്പോൾ 4/5 into 8, 32/5, 6.4 എന്ന് വരും. ഇനി എന്താ കണ്ടുപിടിക്കുന്നത്? മീഡിയൻ കണ്ടുപിടിക്കണം. നോർമൽ ഡിസ്ട്രിബ്യൂഷന് മീനും മീഡിയനും മോഡും ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ മീൻ ഈസ് ഈക്വൽ ടു മീഡിയൻ ആണ്. സോ 60 ഈസ് ഈക്വൽ ടു 60 തന്നെയായിരിക്കും മീഡിയൻ. ഓക്കെ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ് എന്താണ്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. ഇതൊക്കെ അടുത്ത സെമ്മിലാണ് പഠിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ ഇക്വേഷൻസ് മാത്രം ഓർത്തിരിക്കാം. QDയുടെയും MDയുടെയും ഇക്വേഷൻസ് ഓർത്തിരിക്കുക. പിന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷന് മീൻ മീഡിയൻ മോഡ് കോയിൻസൈഡ് ചെയ്യുന്നു ഓർത്തിരിക്കുക. ഇഫ് mean of a normal distribution is 45 and standard deviation is 15, find the values of Q1 and Q3. Okay, mean തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ടുണ്ട്. മീൻ 45 ആണെങ്കിൽ മീഡിയനും 45 ആയിരിക്കും. ഓക്കെ, മീഡിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞായിരുന്നു Q2 തന്നെയാണ് മീഡിയൻ. ഓക്കെ, ആൻഡ് ഇതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് Q1 plus Q3 is equal to 2 times Q2 ആണ് ഫോർ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഈ ഇക്വേഷൻ ഓർത്ത് വെക്കണം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫസ്റ്റ് ക്വാർട്ടൈലും തേർഡ് ക്വാർട്ടൈലിൻ്റെയും സം എന്ന് പറയുന്നത് 2 times സെക്കൻഡ് ക്വാർട്ടൈലാണ്. ഓക്കെ, സോ Q1 plus Q3 is equal to 2 times മീഡിയൻ. അതുകൊണ്ട് 2 times മീഡിയൻ്റെ വാല്യൂ 45 ആണ്. ആൻസർ ഇസ് 90. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ ഫസ്റ്റ് ഒരു ഇക്വേഷൻ കിട്ടും. Q1 plus Q3 is equal to 90 എന്ന് കിട്ടും. നമുക്ക് Q1ൻ്റെയും Q3യുടെയും വാല്യൂസാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആൻഡ് നമുക്കറിയാം ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? Q3 minus Q1/2 ആണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. ഓക്കെ, ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നോർമലിൻ്റെ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു 2/3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സോ ദാറ്റ് ഈസ് 2/3 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് 15. ആൻസർ 10 വരും. ഓക്കെ, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ അടുത്ത ഇക്വേഷൻ Q3 minus Q1 is equal to 20 എന്ന് കിട്ടും. 2 times 10 എന്ന് കിട്ടും. ഓക്കെ, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഇത് സോൾവ് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ആഡ് ചെയ്യാം. അപ്പം Q1ഉം മൈനസ് Q1ഉം ക്യാൻസൽ ആയി പോകും. സോ 2Q3 is equal to 110 എന്നും Q3യുടെ വാല്യൂ 55 എന്നും കിട്ടും. Q3 is equal to 55. ഇനി ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ Q3യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ Q1 plus 55 ആണ് 90. സോ Q1 is equal to 90 minus 55. Answer is 35. Okay, Q1 and Q2 can do. Next problem. Combined mean and combined standard deviation. അപ്പോൾ നമ്മൾ ഇക്വേഷൻസ് പഠിച്ചായിരുന്നു. കമ്പൈൻഡ് മീൻ എന്ന് പറയുന്നത് x bar is equal to n1 x1 bar plus n2 x2 bar divided by n1 plus n2. x1 bar എന്ന് പറയുന്നത് ആദ്യത്തെ സാമ്പിളിൻ്റെ മീനും x2 bar രണ്ടാമത്തെ സാമ്പിളിൻ്റെ മീൻ, n1 n2 എന്ന് പറയുന്നത് ഓരോ സാമ്പിളിൻ്റെയും ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ്,
ദെൻ സിഗ്മ 1ഉം സിഗ്മ 2ഉം സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. ആദ്യത്തെ രണ്ട് സാമ്പിൾസിൻ്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് സിഗ്മ 1ഉം സിഗ്മ 2ഉം. അങ്ങനെയാണെങ്കിൽ കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് n1 sigma 1 square plus n2 sigma 2 square plus n1 d1 square plus n2 d2 square divided by n1 plus n2 and d1 is equal to എന്താണ് x bar minus x1 bar. d1 is equal to x bar minus x bar എന്ന് പറയുന്നത് കമ്പൈൻഡ് മീൻ ആണ്, അത് മൈനസ് x1 bar. d2 is equal to x bar minus x2 bar. കമ്പൈൻഡ് മീൻ മൈനസ് മീൻ ഓഫ് സെക്കൻഡ് സാമ്പിൾ. ഓക്കെ, അതിൻ്റെ പ്രോബ്ലം ആണ്. സാമ്പിൾ ഓഫ് സൈസ് 8 and 12. ഓക്കെ, രണ്ട് സാമ്പിൾസ് ഉണ്ട്. ഒരെണ്ണത്തിൻ്റെ വാല്യൂ 8, ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് 8 ആണ്. രണ്ടാമത്തെ n1 8, n2 എന്ന് പറയുന്നത് 12. ഹാവ് മീൻസ് 100 and 150. സോ x1 bar is 100 and x2 bar എന്ന് പറയുന്നത് 150 വിത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 7 and 8. സിഗ്മ 1 7, സിഗ്മ 2 8. കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പൂൾഡ് സാമ്പിൾ ഓഫ് സൈസ് 22. ഓക്കെ, സൈസ് 22 ഉള്ള സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സൈസ് 22, സൈസ് 20 കേട്ടോ. ഓക്കെ, ഇവിടെ സൈസ് എന്ന് പറയുന്നത് ടോട്ടൽ സാമ്പിളിൻ്റെ സൈസ് n1 + n2 വരത്തുള്ളൂ. ദാറ്റ് ഈസ് 8 + 12. 20യുടെ സാമ്പിൾ സൈസ് 20 ആണ് സാമ്പിൾ സൈസ്. ഓക്കെ, സോ ഫസ്റ്റ് സാമ്പിളിൻ്റെ മീൻ x1 bar 100, x2 bar 150, സിഗ്മ 1 7, സിഗ്മ 2 8, n1 8, n2 12. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കമ്പൈൻഡ് മീൻ കണ്ടുപിടിക്കണം. അതിൻ്റെ ഇക്വേഷൻ n1 x1 bar പ്ലസ് n2 x2 bar ഡിവൈഡഡ് ബൈ n1 + n2 ആണ്. അത് വെച്ചിട്ട് x bar കണ്ടുപിടിക്കുക. x bar എന്ന് പറഞ്ഞാൽ 130 ആണ്. ഓക്കെ, ഇനി നമുക്ക് d1 ഉം d2 കണ്ടുപിടിക്കണം. d1 എന്ന് പറഞ്ഞാൽ ഡീവിയേഷൻ ആണ്. 130യിൽ നിന്ന് ഈ രണ്ട് വാല്യൂസിൻ്റെ ഡീവിയേഷൻ x1 ബാറിൻ്റെയും x2 ബാറിൻ്റെയും. അപ്പോൾ 130 - 100 എന്ന് പറഞ്ഞാൽ 30 and d2 is equal to 130 - 150 which is -20. ഇനി കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇക്വേഷൻ സിഗ്മ is equal to root of n1 sigma 1 square plus n2 sigma 2 square plus n1 d1 square plus n2 d2 square divided by n1 plus n2. ജസ്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n1 എന്ന് പറയുന്നത് 100 into sigma 1 square 7 square is 49. Okay, so n1 is 8. But 8 into root of 8 into sigma 1 square is 49 plus n2 എന്ന് പറഞ്ഞാൽ 12 into sigma 2 square is 64 plus n1 എന്ന് പറഞ്ഞാൽ 8 into d1 square 30യുടെ square 900 plus n2 എന്ന് പറഞ്ഞാൽ 12 into -20യുടെ square എന്ന് പോസിറ്റീവ് വരും, 400 ആണ്. 12 into 400 divided by n1 plus n2 is 20. ഇതിൻ്റെ ആൻസർ ആണ് കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. So that is 25.65. Okay, next problem. An analysis of monthly wages paid to workers in two companies A and B given as results. Number of wages earners company A-ലെയും B-ലെയും തന്നിട്ടുണ്ട്. ആവറേജ് മന്ത്ലി വേജസ് തന്നിട്ടുണ്ട്. വേരിയൻസും തന്നിട്ടുണ്ട്. അപ്പം n1 ഉണ്ട്, x1 bar സിഗ്മ 1. ഇവിടെ n2 x2 bar സിഗ്മ 2 ഇത്രയും തന്നിട്ടുണ്ട്. ഇനി എന്താണ് കണ്ടുപിടിക്കുന്നത്? വിച്ച് ഓഫ് ദ കമ്പനീസ് പേസ് ഔട്ട് ലാർജർ എമൗണ്ട് ആസ് മന്ത്ലി വേജസ്. ഏത് കമ്പനിയാണ് ഏറ്റവും കൂടുതൽ എമൗണ്ട് മന്ത്ലി വേജസ് ആയിട്ട് കൊടുക്കുന്നത്? അപ്പോൾ ടോട്ടൽ നമ്പർ 586 ആണ്. ആദ്യത്തെ കമ്പനിയാണ്. കമ്പനി എയുടെ n1 എന്ന് പറയുന്നത് 586 ആണ്. അവരുടെ ആവറേജ് മന്ത്ലി വേജ് ആണ് 52.5. അതായത് 586 പേർക്ക് 52.5 രൂപ വെച്ച് അവർ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 30765 rupees. ഓക്കെ, ഇതാണ് കമ്പനി എ മന്ത്ലി വേജായിട്ട് മൊത്തം ആൾക്കാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ കമ്പനി ബിയോ അവിടെ മൊത്തം 648 പേരാണ്. ആൻഡ് അവരുടെ ആവറേജ് മന്ത്ലി വേജ് എന്ന് പറഞ്ഞാൽ 47.5 ആണ്. അപ്പോൾ 30780 rupees-ആണ് അവർ കമ്പനി ബി വേജസ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേതാണ് വലുത്? ബി. അപ്പോൾ ബി ആണ് ലാർജർ എമൗണ്ട് മന്ത്ലി വേജായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഇൻ വിച്ച് കമ്പനി ദെയർ ഇസ് ഗ്രേറ്റർ വേരിയബിലിറ്റി ഇൻ ഇൻഡിവിജ്വൽ വേജസ്. ഇൻഡിവിജ്വൽ വേജസിൽ, അതായത് കമ്പനി എയും കമ്പനി ബിയും നോക്കുകയാണെങ്കിൽ അവരുടെ ഇൻഡിവിജ്വൽ വേജസിൽ ഏത് കമ്പനിക്കാണ് കൂടുതൽ വേരിയേഷൻ ഉള്ളത്? അതിന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഫോർ എ എന്ന് പറഞ്ഞാൽ സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് 110. വേരിയൻസ് ആണ് തന്നിരിക്കുന്നത് ഇവിടെ. ഓക്കെ,
അത് നോട്ട് ചെയ്തോണം. ഇവിടെ വേരിയൻസ് ആണ് തന്നിരിക്കുന്നത്. വേരിയൻസ് ആണ് 110. വേരിയൻസ് ഓഫ് എ ഈസ് 110. അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റൂട്ട് ഓഫ് വേരിയൻസ് ആണ് 110. റൂട്ട് ഓഫ് വേരിയൻസ്, റൂട്ട് ഓഫ് 110. സോ ഇവിടെ എന്ത് വരും? റൂട്ട് 110 ഡിവൈഡഡ് ബൈ എക്സ് ബാർ എന്ന് പറയുന്ന x1 ബാർ എന്ന് പറയുന്നത് 52.5 ഇൻറ്റു 100. ആൻസർ ഇസ് 19.98. കമ്പനി ബിയുടെ ഇതുപോലെ തന്നെ കണ്ടുപിടിക്കുക. അത് 22.38 ആണ്. അപ്പോൾ കോഎഫിഷ്യൻ്റ് വേരിയേഷൻ കൂടുതൽ കമ്പനി ബിക്കാണ്. അതുകൊണ്ട് കമ്പനി ബി ആണ് എന്താണ് ഗ്രേറ്റർ വേരിയബിലിറ്റി കാണിക്കുന്നത്. ഇൻഡിവിജ്വൽ വേരിയസിൽ വേരിയേഷൻസ് കൂടുതലാണ് കമ്പനി ബിക്കാണ്. ഇനി നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വേജസ് ഓഫ് ഓൾ ദ വേജ് ഏർണേഴ്സ് ടേക്കൺ ടുഗദർ. കമ്പൈൻഡ് മീൻ ആൻഡ് കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാം. കമ്പൈൻഡ് മീൻ്റെ ഇക്വേഷൻ n1 x1 ബാർ പ്ലസ് n2 x2 ബാർ ഡിവൈഡ് ബൈ n1 പ്ലസ് n2. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർമുല വെച്ച് കണ്ടുപിടിക്കുക. d1 എന്ന് പറയുന്നത് എക്സ് ബാർ മൈനസ് x1 ബാർ ആണ്. ഇവിടെ കണ്ടുപിടിച്ച കമ്പൈൻഡ് മീനിൽ നിന്നാണ് ഓരോന്നിനെ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പം കമ്പൈൻഡ് മീൻ മൈനസ് 52.5 കിട്ടുമ്പോൾ ആദ്യത്തേൻ്റെ d1 കിട്ടും. d2 എന്ന് പറയുന്നത് കമ്പൈൻഡ് മീൻ മൈനസ് സെക്കൻഡ് കമ്പനിയുടെ ആവറേജ്. ഓക്കെ, മീൻ 47.5, ആൻസർ 2.37. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ കമ്പൈൻഡ് മീൻ ഇസ് ഇക്വൽ ടു 10.85 എന്ന് കിട്ടും. Next, a text is given to 3 divisions of students in a class. The mean and varies of scores in the 3 divisions are given below. 3 ഡിവിഷൻ ഉണ്ട്. സ്ട്രെങ്ത് എന്ന് പറയുന്നതാണ് n. ഓക്കെ, മീൻ എന്ന് പറയുന്നത് x1 ബാർ, n1 x1 ബാർ. വേരിയൻസ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, വേരിയൻസ് ഓഫ് ആദ്യത്തെ വേരിയൻസ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, സിഗ്മ ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. വേരിയൻസ് എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ആണ്. ഓക്കെ, തന്നിട്ടുണ്ട്. ഒബ്റ്റെയിൻ ദ അർത്തമെറ്റിക് മീൻ ആൻഡ് വേരിയൻസ് ഫോർ ദ ഹോൾ ക്ലാസ്. വേരിയൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ചെയ്യണം. കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുക, അതിൻ്റെ സ്ക്വയർ ചെയ്യുമ്പോഴാണ് വേരിയൻസ് കിട്ടുന്നത്. അർത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ 3 ഡിവിഷൻസ് അല്ലേ ഉള്ളത്. അപ്പോൾ n1 x1 ബാർ പ്ലസ് n2 x2 ബാർ പ്ലസ് n3 x3 ബാർ ഡിവൈഡ് ബൈ n1 പ്ലസ് n2 പ്ലസ് n3 ചെയ്യുമ്പോൾ കമ്പൈൻഡ് മീൻ കിട്ടും. വേരിയൻസ് എന്ന് പറഞ്ഞാൽ കമ്പൈൻഡ് വേരിയൻസ് ആണ്. ഓക്കെ, അതായത് ഫസ്റ്റ് കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുക, അതിനെ സ്ക്വയർ ചെയ്യുക. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചായിരുന്നു സിഗ്മ എന്ന് പറയുന്നതാണ് റൂട്ട് ഓഫ് അകത്ത് കിടക്കുന്ന സാധനം. ഓക്കെ, നമ്മൾ വേരിയൻസ് എന്ന് പറഞ്ഞാൽ സിഗ്മ സ്ക്വയർ ആണ്. അപ്പോൾ ഈ റൂട്ട് പോവും, അകത്ത് കിടക്കുന്ന കാര്യങ്ങൾ മാത്രമേ വേരിയൻസിൻ്റെ ഇക്വേഷനായിട്ട് വരത്തുള്ളൂ. അതായത് ഓക്കെ, ഈ ഇതിനകത്ത് കിടക്കുന്ന സാധനം ഈക്വൽ ടു റൂട്ട് ഓഫ് വേരിയൻസ് എന്നാണ് വരുന്നത്. വേരിയൻസിൻ്റെ ഇക്വേഷനാണ് ഇത്. n1 സിഗ്മ 1 സ്ക്വയർ പ്ലസ് n2 റൂട്ട് ഇല്ലാതെ. ഓക്കെ, സോ വേരിയൻസ് കണ്ടുപിടിക്കുക. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വേരിയൻസ് കണ്ടുപിടിക്കുക. വേരിയൻസ് 77.21. കറക്റ്റഡ് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. കറക്ഷൻ ഇൻ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു എങ്ങനെയാണ് കറക്റ്റഡ് മീൻ ചെയ്യുന്നതെന്ന്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് 100 ഒബ്സർവേഷൻസ് വർക്ക്ഡ് ഔട്ട് ആസ് 40 and 5. മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് ഒരു വാല്യൂ 40 എന്നുള്ള വാല്യൂവിന് പകരം അവർ 50 എന്നുള്ള വാല്യൂ ആണ് എടുത്തിരിക്കുന്നത്. വിച്ച് ബൈ മിസ്റ്റേക്ക് ടുക്ക് ദ വാല്യൂ 50 ഇൻ പ്ലേസ് ഓഫ് 40 ഫോർ 1 ഒബ്സർവേഷൻ. ഒരു ഒബ്സർവേഷന് 40 എന്നുള്ള വാല്യൂ ആണ് എടുക്കേണ്ടത്, പക്ഷേ 50 എന്നുള്ള വാല്യൂ ആണ് എടുത്തത്. നമ്മൾ കറക്റ്റഡ് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. ഇവിടെ തന്നിട്ടുണ്ട് മീൻ എന്ന് പറയുന്നത് 40 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് ബാർ ആണ് 40, അതായത് സമ്മേഷൻ എക്സ് ബൈ n ആണ് 40. n തന്നിട്ടുണ്ട് 100 ആണ്. സോ 40 ഇൻറ്റു 100 ആണ് സമ്മേഷൻ എക്സ്. സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 4000 എന്ന് വരും. സമ്മേഷൻ എക്സ് എന്ന് പറഞ്ഞാൽ 4000 ആണ്. അപ്പോൾ കറക്റ്റഡ് എക്സ് ബാർ കറക്റ്റഡ് സമ്മേഷൻ എങ്ങനെ കണ്ടുപിടിച്ചത്? 4000 നിന്ന് 50 മൈനസ് ചെയ്യാം. ഏതാണ് തെറ്റിപ്പോയത് ആ വാല്യൂ മൈനസ് ചെയ്തിട്ട് കറക്റ്റഡ് വാല്യൂ ആഡ് ചെയ്യുക. 40 എന്നുള്ള വാല്യൂ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 3990 കിട്ടും. അപ്പോൾ കറക്റ്റഡ് മീൻ എക്സ് ബാർ ഇസ് ഈക്വൽ ടു 3990 ഡിവൈഡഡ് ബൈ 100. 39.9 ആണ് കറക്റ്റഡ് മീൻ. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5 ആണെന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അവിടുത്തെ ഇക്വേഷൻ എന്തായിരുന്നു? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇക്വേഷൻ റൂട്ട് ഓഫ് സമ്മേഷൻ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സമ്മേഷൻ എക്സ് ബൈ എൻ ദ ഹോൾ സ്ക്വയർ. ഇവിടെ സമ്മേഷൻ എക്സ് സ്ക്വയർ എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല, എല്ലാ വാല്യൂസും അറിയത്തില്ലല്ലോ. അപ്പോൾ സമ്മേഷൻ എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സമ്മേഷൻ എക്സ് സ്ക്വയർ ബൈ എൻ 100 മൈനസ് സമ്മേഷൻ എക്സ് ബൈ എൻ. സമ്മേഷൻ എക്സ് ബൈ എൻ എന്ന് പറയുന്നത് 39.99 ആണ്. 39.9 ആണ്. 39.9ൻ്റെ സ്ക്വയർ. സമ്മേഷൻ
എക്സ് ബൈ എന്നിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. ഓക്കെ, ഇവിടെ കറക്റ്റ് മീൻ അല്ല യൂസ് ചെയ്തത്, പഴയ മീൻ തന്നെയാണ് യൂസ് ചെയ്തത്. കാരണം പഴയ മീൻ വെച്ചിട്ടുള്ള സമ്മേഷൻ എക്സ് ആണ്, എക്സ് സ്ക്വയർ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇവിടെ കറക്റ്റ് മീൻ അല്ല യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിച്ചത് വാല്യൂ തെറ്റിപ്പോയിട്ടുള്ള എക്സ് സ്ക്വയറിൻ്റെ വാല്യൂസ് വെച്ചിട്ടാണ് പഴയ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പം നമ്മൾ പഴയ മീനാണ് അതിൽ ഇവിടെ യൂസ് ചെയ്യുന്നത്. സമ്മേഷൻ എക്സ് എന്ന് പറയുന്നത് വാല്യൂ 4000 എടുക്കും. ഈ 4000 എടുക്കും, ഡിവൈഡഡ് ബൈ 100 എടുക്കും. ദ ഹോൾ സ്ക്വയർ ഇസ് ഇക്വൽ ടു റൂട്ട് മാറ്റി സ്ക്വയർ ചെയ്തു. അപ്പോൾ ഇവിടെ റൂട്ട് പോയി, ഇപ്പം 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 ആയി. അപ്പോൾ സമ്മേഷൻ എക്സ് സ്ക്വയർ ബൈ 100 മൈനസ് ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1600 ആണ്, ഈക്വൽ ടു 25. സമ്മേഷൻ എക്സ് സ്ക്വയർ ബൈ 100 ആണ് 1625. അപ്പോൾ സമ്മേഷൻ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 162500 എന്ന് വരും. ഓക്കെ, ഇതാണ് നമ്മുടെ തെറ്റിപ്പോയ സമ്മേഷൻ എക്സ് സ്ക്വയർ. ഇതിനകത്ത് 162500ക്കകത്ത് നമ്മൾ തെറ്റായിട്ട് എൻ്റർ ചെയ്ത വാല്യൂ 50 ആണ്. അപ്പോൾ 50യുടെ സ്ക്വയർ നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ മൈനസ് ചെയ്തു. എന്നിട്ട് നമുക്ക് ആരെയാണ് ആഡ് ചെയ്യേണ്ടത്? 40 ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ 40യുടെ സ്ക്വയർ ആണ് ആ സമ്മേഷനകത്ത് വരുന്നത്. സോ അതാണ് 162500 മൈനസ് 2500 പ്ലസ് 1600 എന്ന് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ശരിക്കുള്ള സമ്മേഷൻ എക്സ് സ്ക്വയർ. സമ്മേഷൻ എക്സ് സ്ക്വയറിൻ്റെ ശരിക്കുള്ള വാല്യൂ ആണ് 161600. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ അവിടെയാണ് നമ്മൾ കറക്റ്റ് ചെയ്ത മീൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻസർ 4.9 കിട്ടും. നെക്സ്റ്റ് പ്രോബ്ലം ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് കറക്റ്റ് മീൻ കണ്ടുപിടിക്കണമെങ്കിൽ സമ്മേഷൻ എക്സ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ സമ്മേഷൻ എക്സ് ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അതിന് എക്സ് ബാർ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, മീൻ ആണ് 40. ഓക്കെ, എക്സ് ബാർ ആണ് 40. സോ സമ്മേഷൻ എക്സ് ബൈ 100 ആണ് 40. മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ആർ കാൽക്കുലേറ്റഡ് ബൈ സ്റ്റുഡൻറ് ആർ 14 തന്നെ. ബട്ട് വൈൽ കാൽക്കുലേറ്റിംഗ് 2 items were taken first. ഓക്കെ, ഇത് 40 ആണ്. ഗിവൺ മീൻ ഇസ്, ഓക്കെ, ക്വസ്റ്റ്യനിൽ ചേഞ്ച് ആക്കാം. ക്വസ്റ്റ്യനിൽ മീൻ 50 ആക്കാം. ഓക്കെ, മീൻ ഇസ് 50. So summation x is equal to 5000. Given x bar is equal to 50. Okay, summation x കിട്ടി. ഇനി സമ്മേഷൻ എക്സിനകത്ത് നിന്നാണ് നമ്മൾ വാല്യൂസ് മൈനസ് ചെയ്യേണ്ടത്. കാൽക്കുലേറ്റ് ചെയ്തപ്പം 2 items were taken as 40 and 50 instead of 60 and 30. 60 and 30ക്ക് പകരമാണ് 40 and 50 എടുത്തത്. അപ്പോൾ 40യും 50യും മൈനസ് ചെയ്യണം. ഓക്കെ, ഇതിനകത്ത് ഇത് മൈനസ് ചെയ്തിട്ട് ആരെ ആഡ് ചെയ്യണം? 60യും 30യും ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് കറക്റ്റ് സമ്മേഷൻ എക്സ് കിട്ടും. അത് വെച്ചിട്ട് എക്സ് ബാർ കണ്ടുപിടിക്കാം. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ കറക്റ്റഡ് സമ്മേഷൻ എക്സ് ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞാൽ 100. ഓക്കെ, എക്സ് ബാർ 50 എന്ന് കിട്ടി. കറക്റ്റഡ് മീൻസ് 50. ഓക്കെ, ദെൻ എസ് ഡി എന്ന് പറയുന്നത് 5 ആണ്. അതായത് സമ്മേഷൻ റൂട്ട് ഓഫ് സമ്മേഷൻ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സമ്മേഷൻ എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ ഇസ് ഇക്വൽ ടു 5 എന്ന് കിട്ടി. ഓക്കെ, ഇവിടെ നമുക്ക് സമ്മേഷൻ എക്സ് സ്ക്വയർ കണ്ടുപിടിക്കണം. നമുക്ക് സമ്മേഷൻ എക്സ് അറിയാം. സമ്മേഷൻ എക്സ് എന്ന് പറയുന്നത് 5000 ആണ്. ഓക്കെ, അപ്പോൾ 5000 ഡിവൈഡഡ് ബൈ എൻ 100 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇവിടെ എന്നിന് മാത്രം 100 കൊടുക്കുക. സമ്മേഷൻ എക്സ് സ്ക്വയർ ബൈ 100 മൈനസ് 5000 ബൈ 100 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 5. സ്ക്വയർ ചെയ്യുമ്പം ഈ റൂട്ട് അങ്ങ് പോകും. ഇവിടെ ഒരു സ്ക്വയർ വരും, 25 എന്നാകും. ഓക്കെ, ഈക്വൽ ടു 25 എന്നാകും. ദെൻ സമ്മേഷൻ എക്സ് സ്ക്വയർ ബൈ 100 മൈനസ് 5000 ബൈ 100 എന്ന് പറയുന്നത് 50 ആണ്. അപ്പോൾ 50യുടെ സ്ക്വയർ 2500 ഇസ് ഈക്വൽ ടു 25 എന്ന് വരും. ഇത് അപ്പുറം പോവുകയാണെങ്കിൽ സമ്മേഷൻ എക്സ് സ്ക്വയർ ബൈ 100 ഇസ് ഈക്വൽ ടു 2525 എന്ന് വരും. ആൻഡ് സമ്മേഷൻ എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ 252500 സമ്മേഷൻ എക്സ് സ്ക്വയർ. ഇതാണ് തെറ്റിപ്പോയ സമ്മേഷൻ എക്സ് സ്ക്വയർ. ഇതിനകത്ത് നിന്ന് 40യുടെയും 50യുടെയും സ്ക്വയേഴ്സ് ആണ് മൈനസ് ചെയ്യേണ്ടത്. അത് 1600യും മൈനസ് ചെയ്യണം, 2500 മൈനസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സം അങ്ങ് മൈനസ് ചെയ്താണ്. ഓക്കെ, എന്നിട്ട് ആദ്യമൊക്കെ സം ആഡ് ചെയ്യണം 60യുടെയും 30യുടെയും. അതായത് 3600യും 900ഉം ആഡ് ചെയ്യണം. സോറി, 9000. 900 ആണ്. അപ്പോൾ 900 ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 252900 എന്ന് കിട്ടും. അതാണ് സമ്മേഷൻ എക്സ് സ്ക്വയർ. ഇനി കറക്റ്റഡ് എസ് ഡി. ഓക്കെ, കറക്റ്റഡ് എസ് ഡി കണ്ടുപിടിക്കാം. കറക്റ്റഡ് എസ് ഡി ഇസ് ഈക്വൽ ടു
റൂട്ട് ഓഫ് സമ്മേഷൻ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സമ്മേഷൻ എക്സ് ബൈ എൻ ദ ഹോൾ സ്ക്വയർ വെച്ചിട്ട് എസ് ഡി കണ്ടുപിടിക്കുക. എസ് ഡിയുടെ സ്ക്വയർ ആണ് വേരിയൻസ്. എസ് ഡി സ്ക്വയർ ഇസ് ഇക്വൽ ടു വേരിയൻസ്. വേരിയൻസ് 29 കിട്ടും. അടുത്തത് ലോറൻസ് കർവ് ആണ്. ലോറൻസ് കർവ് എന്ന് പറഞ്ഞാൽ വേരിയബിലിറ്റി മെഷർ ചെയ്യാനുള്ള ഗ്രാഫിക്കൽ മെത്തേഡാണ് ലോറൻസ് കർവ്. ഓക്കെ, ഇത് എക്കണോമിക്സിന് അതുപോലെ പല കേസസിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് എ ഗ്രാഫ് ഡ്രോൺ ടു എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ഗ്രാഫാണ് വരയ്ക്കുന്നത്. ടേക്കിംഗ് ക്യുമുലേറ്റഡ് പെർസെൻറ്റേജ് വാല്യൂസ് ഓഫ് ഫ്രീക്വൻസീസ് എലോങ് ദ എക്സ് ആക്സിസ്. എക്സ് ആക്സിസ് നമ്മൾ എടുക്കുന്നത് ഫ്രീക്വൻസിയുടെ പെർസെൻറ്റേജ് വാല്യൂസ്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ പെർസെൻറ്റേജ് വാല്യൂസ് ആണ് എടുക്കുന്നത്. ആൻഡ് വൈ ആക്സിസിലോ ക്യുമുലേറ്റഡ് പെർസെൻറ്റേജ് വാല്യൂസ് ഓഫ് ദ വേരിയബിൾ എലോങ് വൈ ആക്സിസ്. വൈ ആക്സിസിൽ എക്സിൻ്റെ എക്സ് ആണ് വൈ ആക്സിസിൽ, എക്സ് ആക്സിസിൽ എഫ് ആണ് എടുക്കുന്നത്. ഫ്രീക്വൻസീസ് ഓൺ എക്സ് ആക്സിസ് ആൻഡ് എക്സ് വാല്യൂസ് ഓൺ വൈ ആക്സിസ്. ആൻഡ് വാല്യൂസ് അല്ല, അവരുടെ ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് വാല്യൂസ് ആണ് എടുക്കുന്നത്. ഇറ്റ് ഈസ് എ ഗ്രാഫിക് മെത്തേഡ് ഓഫ് സ്റ്റഡിങ് ഡിസ്പെർഷൻ ഇൻ എ സീരീസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ മാക്സ് ഓർ ലോറൻസ്. Okay, an economic statistician for the measurement of inequalities in the distribution of income and wealth. Okay, ഇൻകത്തിൻ്റെ വെൽത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷനിലെ ഇൻഇക്വാളിറ്റീസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി ആദ്യമായിട്ട് ഈ ഒരു ഗ്രാഫിക്കൽ മെത്തേഡ് യൂസ് ചെയ്തത്. ഓക്കെ, പ്രൊഡക്ഷനിലും പോപ്പുലേഷനിലും അത് വേജസിലൊക്കെ വരുന്ന ഡിസ്ട്രിബ്യൂഷനിലെ ഇൻഇക്വാളിറ്റീസ് ആണ് മെയിനായിട്ട് ഇതുവഴി നമ്മൾ ചെയ്യാറുള്ളത്. ഓക്കെ, ലോറൻസ് കർവ് എന്താണെന്ന് മനസ്സിലായി. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ? ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? സൈസ് ഓഫ് ദ വേരിയബിൾ ആൻഡ് ഫ്രീക്വൻസീസ് ആർ ബോത്ത് ക്യുമുലേറ്റഡ്. ഫസ്റ്റ് നമ്മൾ വേരിയബിളിൻ്റെ എക്സ് വാല്യൂസ് ഉണ്ട്, എഫ് വാല്യൂസ് ഉണ്ട്, അതിൻ്റെ രണ്ടിൻ്റെയും ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കും. ദെൻ എന്ത് ചെയ്യുന്നു? ദേ ആർ എക്സ്പ്രസ്ഡ് ആസ് പെർസെൻറ്റേജസ് ഓഫ് ദെയർ കറസ്പോണ്ടിങ് ഗ്രാൻഡ് ടോട്ടൽ. അവരുടെ ടോട്ടലിൻ്റെ പെർസെൻറ്റേജ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യും. ദെൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ പെർസെൻറ്റേജ് ആണ് എക്സ് ആക്സിസിൽ എടുക്കുന്നത്. അതുപോലെ തന്നെ എന്താ വേരിയബിളിൻ്റെ പെർസെൻറ്റേജ് ആണ് വൈ ആക്സിസിൽ എടുക്കുന്നത്. ഇവരുടെ വാല്യൂസ് 0 to 100 വരെയാണ് ഫോം ചെയ്യുന്നത്. ഇനി എന്താ? ഇനി ഇവിടെ നമ്മളൊരു ഡയഗണൽ വരയ്ക്കും. ഓക്കെ, നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിട്ട് സ്റ്റെപ്പ് പറഞ്ഞത് അതായിരിക്കും എളുപ്പം. ഓക്കെ, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻകം തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ഫാമിലീസ് ഉണ്ട്. ഇതാണ് എക്സ്, ഇതാണ് എഫ്. ഓക്കെ, എഫ് വാല്യൂസ് ആണ് എക്സ് ആക്സിസിൽ എഴുതുന്നത്. എക്സ് ആക്സിസിൽ എഫ് വാല്യൂസ് ഫ്രീക്വൻസീസ് എഴുതും. അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് ആഡ് ചെയ്ത് എഴുതുക. ടോട്ടൽ ഫ്രീക്വൻസി 259. ഇനി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് 22 ഡിവൈഡഡ് ബൈ 257 into 100 കണ്ടുപിടിക്കും. അതാണ് 8.56. നെക്സ്റ്റ് 100 ഡിവൈഡഡ് ബൈ 257 into 100 അതാണ് 38.91. അങ്ങനെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പെർസെൻറ്റേജസ് കണ്ടുപിടിക്കും. ഇവിടെ നമ്മൾ എക്സിൽ ക്ലാസ് ആയിട്ട് മിഡ് വാല്യൂസ് ചെയ്ത് 530, 125, 350, 750 മിഡ് വാല്യൂസ് എഴുതി. ഇനി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ചെയ്ത ഓക്കെ 5, 35 പ്ലസ് 125, 160 അങ്ങനെ ചെയ്താൽ. ഇനി ഇൻകം ക്യുമുലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? 0.40 എന്ന് പറയുന്നത് 5 ഡിവൈഡഡ് ബൈ 1260 into 100 ആണ് 0.40. പെർസെൻറ്റേജ്, ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഫ്രീക്വൻസീസ് എക്സ് ആക്സിസിലും ഇൻകംസ് വൈ ആക്സിസിലും എടുത്തു. എക്സ് വാല്യൂസ് ആണ് വൈ ആക്സിസിൽ എടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിൻ്റെ ഗ്രാഫ് അങ്ങ് വരയ്ക്കും. ഓക്കെ, അതായത് ഫ്രീക്വൻസീസ് എല്ലാം എക്സ് ആക്സിസിൽ. അപ്പോൾ 8.56 കറസ്പോണ്ടിങ് 0.40 ഇതാണ് 8.46. ഓക്കെ, 8.56 0.40. ഇപ്പോൾ ഈ പോയിന്റ് പറയുകയാണെങ്കിൽ 87.16 കറസ്പോണ്ടിങ് ആണ് 12.7. ഓക്കെ, ഇതിന് കറസ്പോണ്ടിങ് ആണ് 12.7. അങ്ങനെ ഗ്രാഫ് വരയ്ക്കാം. ദെൻ അപ്പോൾ അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. സെക്കൻഡ് സ്റ്റെപ്പ് വരെ പറഞ്ഞു നിർത്തി. തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡ്രോ ദ ഡയഗണൽ ലൈൻ ജോയിനിങ് ദ ഒറിജിൻ വിത്ത് ദ പോയിന്റ് 100. ഒറിജിനിൽ നിന്ന് ഒറിജിൻ 0, 100 എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അങ്ങോട്ടൊരു ഡയഗണൽ വരയ്ക്കാം. ഇതാണ് ലൈൻ ഓഫ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഈക്വൽ ആയിരുന്നെങ്കിൽ ലൈൻ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വന്നേനെ. ഇവിടുത്തെ നമ്മൾ തന്നിരിക്കുന്ന ഡേറ്റയിലെ ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇതാണ് നമ്മൾ തന്നിരിക്കുന്ന ഡേറ്റയുടെ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, plot the percentage of the cumulative values of the variable against the percentage of the corresponding cumulative frequencies for the given distribution. Join these points with a smooth freehand curve. കൈയും കൊണ്ട് വരയ്ക്കാം. അത് ആ കർവാണ് ലോറൻസ് കർവ്. ഓക്കെ, അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ്റെ കർവ് നമ്മൾ കൈ കൊണ്ട് വരച്ചാണ് ലോറൻസ് കർവ്. ഓക്കെ, ഇനി ഇതിനകത്ത് ഇത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഈ ലോറൻസ് കർവ് ലൈൻ ഓഫ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് താന്നാണ് കിടക്കുന്നെങ്കിൽ ദെൻ ദർ ഇസ് ഇൻഇക്വാളിറ്റി ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ.
ഇവിടുന്ന് മാറിയാണ് കിടക്കുന്നത്, ഇങ്ങോട്ടോ മാറിയാണ് കിടക്കുന്നെങ്കിൽ അവിടെ ഒരു ഇൻഇക്വാളിറ്റി ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇൻഇക്വാളിറ്റി ഒന്നും ഇല്ലെങ്കിൽ ലോറൻസ് കർവും ലൈൻ ഓഫ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷനും സെയിം ആയിരിക്കും. ഓക്കെ, the more the Lorentz curve is away from the line of equal distribution, the greater the inequality or variability. ഓക്കെ, എന്തുമാത്രം ദൂരെയാണ് ലോറൻസ് കർവ് മാറി കിടക്കുന്നത് അത്രയും വേരിയബിലിറ്റി അല്ലെങ്കിൽ ഇൻഇക്വാളിറ്റി ആയിരിക്കും ആ ഡിസ്ട്രിബ്യൂഷനിൽ ഉള്ളത്. ഓക്കെ, if two curves of the two distributions are shown on the same Lorentz presentation, the curve that is at greater distance from the line of equal distribution represents greater inequality. എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്? ഇത് ഒരു ഡിസ്ട്രിബ്യൂഷണൽ ലോറൻസ് കർവ്, വേറൊരു ഡിസ്ട്രിബ്യൂഷണൽ ലോറൻസ് കർവ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് വിചാരിക്കാം. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ഇത് രണ്ടിലെ ഏതാണ് ഈ ലൈൻ ഓഫ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് നീങ്ങി കിടക്കുന്നത്? ആദ്യത്തേതാണ്, ഇതാണ് നീങ്ങി കിടക്കുന്നത്. സോ ഇതിനായിരിക്കും കൂടുതൽ വേരിയബിലിറ്റി ഉള്ളത്. ഓക്കെ, അപ്പോൾ ലൈൻ ഓഫ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ്റെ അടുത്തുനിന്ന് എത്രത്തോളം മാറിയാണ് ലോറൻസ് കർവ് കിടക്കുന്നത് അത് വെച്ചിട്ടാണ് വേരിയബിലിറ്റിയെ നമ്മൾ മെഷർ ചെയ്യുക. ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ വേരിയബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഗ്രാഫിക്കൽ മെത്തേഡാണ് ലോറൻസ് കർവ്. ഇനി എന്താ, ടു കമ്പയർ ദ വേരിയബിലിറ്റി റിലേറ്റിംഗ് ടു എ ഫിനോമിനൻ ഫോർ ടു റീജിയൻസ്, രണ്ട് റീജിയൻസിൻ്റെ വേരിയബിലിറ്റി കമ്പയർ ചെയ്യാനും നമുക്ക് ലോറൻസ് കർവ് യൂസ് ചെയ്യാം. ടു സ്റ്റഡി ദ ചേഞ്ചസ് ഇൻ വേരിയബിലിറ്റി ഓവർ എ പീരീഡ്, ഒരു പീരീഡിൽ ഇത്ര കാലഘട്ടത്തേക്കുള്ള 10 വർഷത്തേക്കുള്ള ചേഞ്ച് വേരിയബിലിറ്റി ഒക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ലോറൻസ് കർവ് യൂസ് ചെയ്യാൻ പറ്റും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു റിലേറ്റീവ് ഐഡിയ തരത്തുള്ളൂ, വേരിയബിലിറ്റിയുടെ കറക്റ്റ് മെഷർ തരുന്നില്ല. മറ്റൊരു സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലൊക്കെ ആണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ നമുക്ക് മനസ്സിലാക്കും. ഇവിടെ നമുക്ക് വേരിയബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലാകത്തുള്ളൂ, കറക്റ്റായിട്ടുള്ള ന്യൂമറിക്കൽ വാല്യൂ അറിയത്തില്ല. ഇറ്റ് ഡസ് നോട്ട് ഗീവ് എ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ദ വേരിയബിലിറ്റി ഫോർ ദ ഗിവൻ ഡിസ്ട്രിബ്യൂഷൻ.